ഹേ ഗായ്സ്, വെൽക്കം ടു മണി മാസ്റ്ററി, ബി ദ മാസ്റ്റർ ഓഫ് മണി. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. എനിക്ക് $45 കിട്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ എത്ര നാൾ കൊണ്ട് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണുവാണെങ്കിൽ എനിക്ക് കണ്ടോ ടോട്ടൽ പേയ്മെൻറ്റ് ഓഫ് $45 കിട്ടിയിട്ടുണ്ട്. അത് ജൂലൈയിൽ പേ ഔട്ട് വന്നിട്ടുണ്ട്, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ, അതുപോലെ തന്നെ ജനുവരിയിലൊക്കെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീക്കിലും എല്ലാ തേഴ്സ്ഡേയും നമുക്ക് പേ ഔട്ട് കിട്ടും. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് എത്രത്തോളം നമ്മൾ സർവീസ് അല്ലെങ്കിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് കിട്ടും. ഇനി എങ്ങനെയാണ് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ വെക്കുക. അതിൽ നമ്മുടെ മെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഐ എം നോട്ട് റോബോട്ട് എന്നുള്ള അത് ടിക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരും, ഐ എഗ്രി. അതിൽ നമ്മൾ ഐ എഗ്രി കൊടുക്കും. ദെൻ എഗ്രി കൊടുത്തതിന് ശേഷം മെയിലിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ വരും. ദെൻ നമ്മൾ മെയിലിൽ പോയിട്ട് നമ്മളത് കൺഫേം ചെയ്യണം. നമ്മൾ മെയിലിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് പ്രൊഫൈലാണ് വരുന്നത്. അതിൽ നമ്മുടെ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റൽ കോഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ജെൻഡറൊക്കെ കൊടുത്തിട്ട് അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന് ഏൺ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഡാഷ്ബോർഡ്, ഏർണിങ്സ്, ലാഡർ, പേയ്മെൻറ്റ്സ്, സെറ്റിങ്സ് എല്ലാം കാണാം. അതിൽ നമ്മൾ അതും ഏൺ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കപ്പം സർവേ, കണ്ടൻറ്റ്, ടാസ്ക്, റെഫർ ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഫസ്റ്റ് സർവേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈം പിക്സ് ഒരു ക്വാളിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കണ്ടൻറ്റാണ്. അതിൽ ക്ലിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്സിലൊക്കെ നമുക്കത് വായിച്ച് നോക്കാം. 5 സെക്കൻഡ് നമ്മൾ ആ ഒരു കണ്ടൻറ്റ് വ്യൂ ചെയ്താൽ നമുക്ക് $0.001 കിട്ടും. സോ നമ്മളൊരു 1 മിനിറ്റ് ആ ഒരു ആഡ് വാച്ച് ചെയ്യുന്നു. അതിന് തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് തന്നെ വരുന്നു. ഒരു 5 സെക്കൻഡ്സ് അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് അത് ക്രെഡിറ്റ് ആവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടാസ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ടാസ്ക് കാണാം. അതിൽ നമുക്ക് കാണാം മണി അവൈലബിൾ $10 വരുന്ന ടാസ്ക് ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ച് നോക്കാം. ദെൻ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ ടാസ്ക് ജോയിൻ ചെയ്യാം. അതിൽ വ്യൂ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ ടാസ്ക് ചെയ്യാം. ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വ്യൂ നെക്കുമ്പോൾ നമുക്ക് അതിൽ അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കുക. സോ നമ്മൾ പ്രൂഫ് ഇൻസ്ട്രക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പ്രൂഫാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാക്കുക. ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ഫോർ ഓർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യാം. ദെൻ അത് പെൻഡിങ് ആണ്, ഏണിങ്സിൽ വരും. ദെൻ അത് നമുക്ക് അവർ അപ്രൂവ് ചെയ്താൽ അത് നമുക്ക് ക്രെഡിറ്റ് ആകും. നെക്സ്റ്റ് വന്നിട്ട് ഓഫർ വാൾസ് ആണ്. ഓഫർ വാൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കുറേ ഓഫേഴ്സ് ഉണ്ട്. ദെൻ അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഗെയിംസ്, അതുപോലെ തന്നെ ഓരോ പർച്ചേസിങ്, അങ്ങനെ ഓരോ ആപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊക്കെ ഓരോരോ സെൻറ്റ് വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഇതിൽ തന്നെ സർവീസ്, വീഡിയോസ് കാണാം. അങ്ങനെ പലതരം ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ റെഫറാണ്. റെഫറിങ് ലിങ്ക് അയച്ചു കൊടുത്താൽ അതിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നതാണ്. ദെൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ. അതിലാദ്യം നമുക്കൊരു ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്. ക്വാളിറ്റി ടെസ്റ്റിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ശരിക്കും വായിച്ച് നോക്കണം. അവർ നമ്മൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് ഉണ്ടാവും. അത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ തരുന്നത്. അപ്പോൾ അത് ശരിക്കും വായിച്ച് നോക്കണം, അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആവും. ഒരു 30 ക്വസ്റ്റ്യൻസുള്ള ഈ ഒരു കുറച്ച് നേരം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. അതിൽ തന്നെ ഉണ്ട് ആൻസേഴ്സ് ഒക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള സർവീസൊക്കെ അവൈലബിൾ ആയി കിട്ടുള്ളൂ. ദെൻ ഫോർത്തായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. 10th ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ ഏതാണ് നമ്മുടെ ഫേവറേറ്റ് മൂവി എന്ന് എഴുതുക. ദെൻ നമ്മളങ്ങനെ ചെയ്ത് വരുമ്പോൾ 29th ക്വസ്റ്റ്യൻ എത്തി. ദെൻ നമ്മൾ അതിന് ആൻസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ 13th ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ അവരെന്നെ പറയും, ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് മനസ്സിലാവും എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന്. അത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഐ എം നോട്ട് റോബോട്ട് എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് ഓപ്ഷൻ വെക്കുക. ദെൻ നമുക്ക് വേണം കറക്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 0.10 ബോണസായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലറ്റ് നോക്കുമ്പോൾ കാണാം 700 ഇപ്പോഴേ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ. ദെൻ സർവേസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവേ ആണ്. ഇതിലൂടെയൊക്കെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ദെൻ ഇതിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി പോൾ എന്ന് പറയുന്നത്. ഡെയിലി പോൾ ഏതെങ്കിലും ആൻസർ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും വരും. $0.007 നമുക്ക് അതിൽ നിന്ന് കിട്ടും. ദെൻ എല്ലാ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കാണാം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 15 മിനിറ്റ്, അതുപോലെ തന്നെ എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് മെത്തേഡ് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അതിൽ സെറ്റിങ്സ് പോയിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുണ്ട്. അതിൽ നമുക്ക് പലതരം പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. പേപ്പാൽ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, പേടിഎം ഉണ്ട്. അങ്ങനെ ഏതാണോ, ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പേടിഎം ആണെങ്കിൽ നമ്മുടെ പേടിഎം ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്നിട്ട് അപ്ഡേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നാക്കാം. നമുക്കൊരു $5 ആയ ശേഷം നമുക്ക് വെരിഫൈ ചെയ്യാൻ വരും. അത് നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തേഴ്സ്ഡേയിലും നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് $5 ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് കിട്ടുന്നതാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. എല്ലാവരും തന്നെ ജോയിൻ ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൈസ ഇട്ടിരിക്കും. പിന്നെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കുറച്ച് മണിക്കൂർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്യുക. സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. പാർട്ട് ടൈമായി ഇതേപോലെ ജോലി നോക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.